ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുഴക്കുകയോ പരത്തുകയോ കൈ പോലും വേദനിക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ കൈ പോലും വേദനിക്കാതെ നല്ല ലിക്വിഡായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 500 ഗ്രാം അളവോളം വരും കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു മാവ് കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് അരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചു കൊടുക്കുക. ഒട്ടും കട്ടിയൊന്നും കെട്ടാണ്ട് വേണം കേട്ടോ ഇത് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ചപ്പാത്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഇനി ഇതാ ഒരു പാന് വെച്ചിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടാകുന്ന സമയത്തിലേക്ക് ഓരോ തവി വീതം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. നമുക്ക് വലിയ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ രീതിയിലായിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് റെഡിയാക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടൂല, നന്നായിട്ട് പൊങ്ങി വരുമൊന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. ചപ്പാത്തിയൊക്കെ കുഴക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ, കൈവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ കഴിയുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ മുഴുവനും ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഭാഗം മുഴുവനായിട്ട് ഒന്ന് വെന്തതിന് ശേഷം വേണം നമ്മളിതൊന്നും തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ വേവുന്നതിന് മുമ്പേ ഇത് തിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പൊങ്ങി കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുഴുവനും ചുട്ടെടുക്കുക. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആവുന്ന ടൈമിലേക്ക് നമുക്ക് മറ്റൊരു ഭാഗം ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല ബലൂണ് പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനും ചുട്ടെടുക്കാനായിട്ട് നോക്കാം. നമ്മളിത് കരിഞ്ഞു പോകുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പം കണ്ടില്ലേ, നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും പൊങ്ങി വരാൻ വേണ്ടി നമുക്ക് ഈ ചട്ടകം വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചുടുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ, പിന്നീട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ബാറ്റർ കുറച്ചുകൂടി ലൂസാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിപ്പത്തിലുള്ള ചപ്പാത്തി ആക്കിയിട്ട് ചുട്ടെടുക്കാൻ കഴിയും. മുഴുവനും ഞാനിതാ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നമ്മുടെ ചപ്പാത്തി പോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ലിക്വിഡ് ചപ്പാത്തിയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാൻ കഴിയുമെന്ന് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ടേസ്റ്റിൽ നിന്നും ഒരു മാറ്റവും ഇല്ല, നല്ല കോംബോ ആണ് നമ്മുടെ ബീഫ് കറി ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. ഇതുപോലുള്ള നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.